സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് എന്താണെന്ന് പറയുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് കേട്ടോ. അതായത് ഒത്തിരി എന്താ പറയുക, ക്രിയേറ്റിവിറ്റി ആയാലും അതുപോലെ പലതരത്തിലുള്ള കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ കഴിവുകളൊക്കെ ചില സാങ്കേതിക കാരണത്താൽ, ടെക്നിക്കൽ ഇഷ്യൂസ് തന്നെ പറയണം ശരിക്ക്, അങ്ങനത്തെ കാരണത്താൽ ഞാൻ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സ്വപ്നങ്ങളെ ഞാൻ മണ്ണിട്ട് മൂടേണ്ടി വന്നിട്ടുണ്ട്. ചില സ്വപ്നങ്ങളുടെ ചിറക് ഞാൻ അരിഞ്ഞൊഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുതും, ഇവളുടെ ജീവിതത്തിൽ ഭയങ്കര പ്രയാസങ്ങളും പ്രശ്നങ്ങളും. ഒന്നുമല്ല, നമുക്കിഷ്ടപ്പെട്ടവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അതിലൊന്നും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല കേട്ടോ. കാരണം അത് നമ്മളുടെ ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചില സമയത്ത് അതൊരു പാരയാകും എന്ന് തോന്നുമ്പോൾ നമ്മളുടെ ചില ഇഷ്ടങ്ങളെയൊക്കെ നമ്മൾ മാറ്റി വെക്കൂലേ. അതുപോലെ ചില കാര്യങ്ങൾ എൻ്റെ സാഹചര്യ മോശം കൊണ്ട്, അഥവാ ചില സമയത്ത് നമുക്ക് ഫിനാൻഷ്യലായിട്ട് അതുപോലെ പല രീതിയിൽ ആരോഗ്യപരമായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം വരുമല്ലോ, ആ രീതിയിലൊക്കെ. അപ്പോൾ എന്ത് തന്നെ ആയാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കുള്ള കഴിവുകൾ മറ്റൊരാൾ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്കാണ് അറിയാം അല്ലേ. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കെടുക്കുന്ന പല രീതിയിലുള്ള കഴിവുകളുണ്ടാകും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്, പണ്ടല്ല, ഒരു 1 ഇയറിന് ഏകദേശം 1 ഇയർ, ഒരു 6 മന്തോ മുകളിലായി ഉണ്ടാവും എന്തായാലും. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് പാടാൻ കഴിയും, ചിലർക്ക് നന്നായിട്ട് എഴുതാൻ ഹാൻഡ് റൈറ്റിങ്, ചിലർക്ക് പിന്നെ എന്താ പറയുക കാലിഗ്രഫി ചെയ്യാൻ പറ്റും, ചിലർക്ക് ഡ്രോയിങ്, ഡാൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ എന്ത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അതിലൂടെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. അത് കരുതിയിട്ട് ഒരിക്കലും അനാവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മളെ വെറുക്കുന്ന രീതിയിലായിരിക്കരുത്. അതുപോലെ നമ്മളുടെ സംസാരം മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള രീതിയിലാക്കാൻ ശ്രമിക്കുക. മറ്റൊരാൾ കേൾക്കുമ്പോൾ അയാൾക്കൊരു വേദനിക്കുന്ന ഒരു രീതിയിലാകാതിരിക്കാനും ശ്രമിക്കുക. അത് കരുതി നമുക്ക് ജനറലായിട്ട്, ഇപ്പം ഞാനിതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാം എൻ്റെ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചുറ്റുപാടിൽ നിന്നും, എൻ്റെ ഫാമിലിയിൽ നിന്ന്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിൽ, എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ, എൻ്റെ കൊളീഗ്സിൽ, അങ്ങനെ ഒത്തിരി ജനറലായിട്ട് കണ്ടുവരുന്ന പല വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കും ഞാൻ സംസാരിച്ചിട്ടുണ്ടാകുക. ചില കമൻറ്റുകളൊക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പിന്നെ നല്ല തേപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ജീവിതത്തിൽ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊന്നും നമ്മൾ നെവർ മൈൻഡ് ആക്കി വിടുക. അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നീട് എനിക്ക് ഒരു വീഡിയോ പോലും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയണോണ്ട് ഞാനതൊക്കെ നെവർ മൈൻഡാണ്. എൻ്റെ ലക്ഷ്യം, എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പിന്നെ കിട്ടുന്ന വരുമാനം എനിക്ക് വേണ്ടിയിട്ടല്ല ശരിക്ക്. കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയാൻ കാരണം ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എനിക്ക് വേണ്ടത്, ഞാനിപ്പം അൽഹംദുലില്ലാ പടച്ചോന് അനുഗ്രഹമായിട്ട് എനിക്കൊരു പ്രൊഫഷണൽ തന്നിട്ടുണ്ട്. ടീച്ചിങ്ങിലൂടെ ഞാനത് സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ടെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഞാൻ മുമ്പ് ചെയ്തിരുന്ന കുറച്ച് ചാരിറ്റികൾ, അഥവാ എൻ്റെ ഫാമിലി പോലും ആരും അറിയാതെ ഞാൻ നൽകിയിരുന്ന ചില എമൗണ്ടുകൾ അല്ലെങ്കിൽ ചില സഹായം, അതെനിക്കിപ്പം കൊടുക്കാൻ പറ്റാതെ വന്നു. അത് വരാനുള്ള ഒരൊറ്റ കാരണം, എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് കുറച്ച് ഇഷ്യൂസ് വന്നപ്പോൾ ആ ഒരു സാമ്പത്തിക പ്രശ്നം കാരണം മാത്രമാണ്. അത് നമുക്ക് ആരെയും പഴി ചാരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ കരുതി, എനിക്ക് വേറൊരു മാർഗത്തിലൂടെ ഒരു സെക്കൻഡ് ഇൻകം കിട്ടുകയാണെങ്കിൽ, ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒന്ന് ഞാൻ ഫിജിക്കാട്ട് ബിസിനസ്സിലും ചേർന്നു, അതേപോലെ തന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ തുള്ളിച്ചാടിയിട്ടോ, ഇനി തുള്ളിച്ചാടുന്നത് ഞാൻ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തി പറയല്ല. കാരണം ഞാൻ പഠിച്ചിട്ടുള്ളതായ രീതിയിൽ, എൻ്റെ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ തുള്ളിച്ചാടുക എന്നുള്ളത് എനിക്കത് ഉചിതമല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടും, അത് ഞാൻ ആ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ എനിക്കും കൂടെ, ഞാൻ അതിനെക്കുറിച്ച് എനിക്കറിയാത്ത കാര്യങ്ങൾ ചിലതൊക്കെ ഞാൻ പഠിച്ചിട്ടായിരിക്കും പറയണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനൊരു കാര്യത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അത് എനിക്കും കൂടെ ബെനിഫിറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്,
നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് മാക്സിമം കൈ നീട്ടാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ എന്താണോ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കലകൾ, ക്രിയേറ്റിവിറ്റീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരിക. അപ്പം നമ്മൾ കരുതും അയ്യോ മറ്റുള്ളവരെന്ത് പറയും, എനിക്ക് അത്രയൊന്നും സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയൊന്നും പാടാനറിയില്ല, ജസ്റ്റ് ഒരു മൂളിപ്പാട്ട് വീട്ടിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അത് മതിയടോ, അതിനേക്കാൾ കൂടുതലൊന്നും ആരും ആഗ്രഹിക്കണില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു നാടൻ ശൈലിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ലൈക്ക് കമൻസൊക്കെ. നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ അഥവാ കുറച്ച് ഓവറായി പിന്നെ ഭയങ്കര ഇതാക്കിയിട്ട് ഇങ്ങനെ സ്റ്റൈലാക്കി സംസാരിക്കണതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ സാധാ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, നമ്മളെ കൊണ്ട് എങ്ങനെയാണോ സംസാരിക്കാൻ പറ്റുക അങ്ങനെ മതി. അപ്പം എനിക്ക് തോന്നുക ചില ആളുകളൊക്കെ ഇങ്ങനെ ഓരോ കഴിവുകൾ ഇഷ്ടം പോലുള്ള കുട്ടികളായിരിക്കും. ചിലപ്പോൾ ഫാമിലിയിലൊക്കെ പേടിച്ചിട്ടായിരിക്കും. ഓക്കെ, നിങ്ങളൊരിക്കലും ഫാമിലിയുടെ ചങ്ങല പിന്നെ പൊട്ടിച്ച് നിങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങണം എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങൾക്ക് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് മറ്റൊരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. അതല്ല നിങ്ങൾക്കൊരു സെക്കൻഡ് ഇൻകം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയും കൂടെ നോക്കുകയെന്ന് ഞാൻ പറയണുള്ളൂ. അത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആവണമെന്നില്ല. ഞാൻ തിരഞ്ഞെടുത്ത പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആക്കാൻ കാരണം അല്ലാണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ പിന്നെ ജോബിനെ ഒരിക്കലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുക നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ നോക്കുക. അപ്പം എൻ്റെ ഈ ഒരു വാക്ക് കൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീയിന്, അങ്ങനെ പറയാം, കുട്ടി വലിയൊരുന്നൊന്നുമില്ല, ആർക്കെങ്കിലും ഉപകാരമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് ഭാവിയിൽ ചിലപ്പം ഒരു നന്മയ്ക്കൊരു കാരണമായി തീരും. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ കഴിവ് നിങ്ങൾ പുറത്തെടുക്കുക. തീർച്ചയായിട്ടും നമുക്കൊന്നും ആരും നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നീ കഴിച്ചിട്ടില്ലല്ലോ, നീ പട്ടിണിയാണോ, എന്നാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാനൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരുമില്ല. അപ്പം ചിന്തിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിക്കാരെ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ശരിക്ക് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ആ രീതിയിൽ നമുക്ക് ഒറ്റക്കാലിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പം സ്വന്തം ഫാമിലിയോടൊപ്പം നിന്നിട്ട് തന്നെ കുറേ കഴിയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാകുന്ന പാർട്ട്ണറാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല രീതിയിലൊരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ടേക്കും പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.